نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മളിൽ ഓരോരുത്തരിലും, അത് പണക്കാരനാകട്ടെ, പണിക്കാരനാകട്ടെ, യുവാവാകട്ടെ, വാർദ്ധക്യം ചെന്നവനാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, ആരായിരുന്നാലും ഒരു മുസ്ലിമായ വ്യക്തിയുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് തഖ്വ എന്നും സൂക്ഷ്മത എന്നും. തഖ്വ ബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നും പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹങ്ങളെ ഉണർത്തിയിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഭക്തരായ ആളുകളുടെ കൂടെയാണ് ഞാൻ ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതുമെല്ലാം കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ അർത്ഥത്തിൽ നമ്മളെല്ലാം ഭക്തരായി തഖ്വയുള്ളവരായി ജീവിക്കേണ്ട ആളുകളാണ്. നമുക്കൊക്കെ തഖ്വയുണ്ടോ, നാം മുത്തഖികളാണോ എന്നെങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഒരു വസ്തു പരിശോധിക്കുവാനുള്ള പല മാർഗങ്ങളും നമുക്കുണ്ടാകും. എന്നാൽ ഭൗതികമായ ഏതെങ്കിലും തൂക്കിക്കണക്കാക്കിക്കൊണ്ടോ അളന്നുകൊണ്ടോ നമ്മളൊക്കെ ഭക്തരാണോ മുത്തഖികളാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞാനൊരു മുത്തഖിയാണോ എന്ന് പരിശോധിക്കുവാനുള്ള വിവിധങ്ങളായ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ, അതുപോലെ പ്രവാചകൻ തൻ്റെ തിരുവചനങ്ങളിലൂടെ എല്ലാം ഉണർത്തുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കമായിക്കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു, ഞാനൊരു ഭക്തനാണോ എന്ന് തിരിച്ചറിയുവാനുള്ള 3-4 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ ഗുണം അൽ ഖൗഫു ബിൽ ജലീലി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാവുക എന്നതാണ്. വിശ്വാസികളായ നമ്മളിൽ ഒന്നാമതായിട്ടുണ്ടാകേണ്ടുന്ന ഗുണം, തഖ്വയുള്ളവരാണോ എന്ന് പരിശോധിക്കേണ്ടത്, എനിക്ക് പടച്ചവനെക്കുറിച്ചുള്ള ഭയമുണ്ടോ എൻ്റെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ,
എൻ്റെ ഇബാദത്തുകളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ സമ്പർക്കങ്ങളിൽ, ഇവിടെയെല്ലാം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണോ ഇടപഴകാറുള്ളത്? അതല്ലെങ്കിൽ എൻ്റെ ദേഹേച്ഛകൾക്കനുസരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ചു കൊണ്ടോ ആണോ എന്നത് പരിശോധിച്ചാൽ നമുക്ക് ഞാൻ തഖ്വയുള്ളവനാണോ എന്നതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ്. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു. ആരെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചാൽ അതിൽ നിന്ന് ഓടി മറയുകയാണ് ചെയ്യുക. നമുക്കൊരു നായയെ, പട്ടിയെ, പാമ്പിനെ ഭയമുണ്ട് എങ്കിൽ, ഒരു ഹിംസ്ര ജന്തുവിനെ നാം ഭയക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് അകലാനാണ്, ഓടി മറയാനാണ് നാമൊക്കെ ശ്രമിക്കാറുള്ളത്, ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ വമൻ ഖാഫല്ലാഹ ഹറബ ഇലൈഹി, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, പടച്ചവനെയാണ് അവന് പേടിയെങ്കിൽ, ഹറബ ഇലൈഹി, അവനിലേക്കാണ് അവൻ ഓടിയടുക്കുക, അവൻ്റെ അടുക്കലേക്കാണ് അവൻ ഓടി വരിക, അവനിലേക്കാണ് അവൻ അടുക്കുക. അപ്പോൾ അള്ളാഹുവിനോട് ഞാൻ ഏറ്റവും അടുക്കുന്നവനാണോ എന്ന ഒരു ചിന്ത, അതിന് ഉത്തരം കിട്ടിയാൽ നാം ഒരു മുത്തഖിയാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഓതിവെച്ച ആയത്തിൽ 24-ാം അധ്യായം സൂറത്തു അന്നൂറിലെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, റിജാലുൻ, ചില ആളുകളുണ്ട് ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപഴകുന്നവരാണ്. അവരുടെ കച്ചവടങ്ങളോ അവരുടെ വ്യാപാരങ്ങളോ അവരുടെ ജീവിത വഴികളോ ഒന്നും തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുകയില്ല. അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. പക്ഷേ അവിടെയൊന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവർ വിസ്മരിക്കപ്പെടുകയില്ല. നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നോ സകാത്ത് നൽകുന്നതിൽ നിന്നോ അവർ അശ്രദ്ധരാവുകയില്ല. അഥവാ എല്ലാ മേഖലകളിലും അവർ അള്ളാഹുവിനെ സൂക്ഷിക്കും. കാരണം എന്താ? യഖാഫൂന യൗമൻ, അവർ ദിവസത്തെ ഭയപ്പെടുന്നു. യഖാഫൂന യൗമൻ, ഖൗഫുള്ളവരാകണം മുത്തഖി. യഖാഫൂന യൗമൻ, അവർ ദിവസത്തെ ഭയപ്പെടുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവരുടെ ദൃഷ്ടികളും അതുപോലെ തന്നെ അവരുടെ കേൾവികളുമെല്ലാം ഇളകിമറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യത്തിലും അവർ അശ്രദ്ധരായി തീരുകയില്ല. ഈ ഒരു സ്വഭാവം എന്നിലുണ്ടോ, നമ്മളിലുണ്ടോ എന്നത് നാം പരിശോധിക്കുക. പടച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുന്നുണ്ടോ എന്ന്. രണ്ടാമത്തെ ഗുണമായി കൊണ്ട് പറയുന്നത് അൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവൻ്റെ മാർഗദർശനമായി അവനിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക. അള്ളാഹു നമുക്കൊരു വഴികാട്ടിയായി, ഒരു ഗൈഡ് ലൈനായി നമുക്ക് നൽകിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുക. അത് അമൽ ചെയ്യണമെങ്കിൽ എന്തു വേണം? ആദ്യം ആ ഖുർആൻ അറിയണം, അത് പഠിക്കണം, അതിലെന്താണ് ഉള്ളത് എന്ന് ഗ്രഹിക്കണം, അത് ഗ്രഹിക്കാനുള്ള മാർഗങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ആ ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് മുത്തഖിയാണോ എന്നതിൻ്റെ രണ്ടാമത്തെ പരിശോധന. ഇതിന്റെ ഉത്തരം നമ്മുടെ മനസ്സുകൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരും. ഈ പറഞ്ഞ അൽ അമലു ബിത്തൻസീൽ, അള്ളാഹു ഇറക്കിയ വേദം കൊണ്ട് അത് പ്രവർത്തനങ്ങൾ നിർവഹിക്കുക, കർമ്മങ്ങൾ നിർവഹിക്കുക, അങ്ങനെയുള്ള ആളുകളും മുത്തഖിയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ അൽ ഖനാഅതു ബിൽ ഖലീൽ, കുറച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഖനാഅത്ത്, സംതൃപ്തി. ജീവിതത്തിൽ വലിയ വലിയ ഇടങ്ങളിലേക്ക് നോക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോരുത്തരും തങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മുകളിലേക്കുള്ളവരിലേക്കല്ല. സാധാരണ കേൾക്കുന്ന പ്രവാചകന്റെ തിരുവചനമാണ്, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും. അങ്ങനെ അവനവനേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് എന്താണോ
എൻ്റെ പരിശ്രമവും എൻ്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ എനിക്ക് എന്താണോ ലഭിക്കാനുള്ളത്, അള്ളാഹു വിധിച്ചിട്ടുള്ളത്, അതെനിക്ക് ലഭിക്കും. അതൊരു മറ്റാരും തട്ടിയെടുക്കുകയില്ല, അതാരും തന്നെ അപഹരിച്ചു കൊണ്ടുപോവുകയില്ല. പടച്ചവന്റെ വിധിയിൽ എന്തൊക്കെയുണ്ടോ അതെനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉള്ളതിൽ ഞാൻ സംതൃപ്തവനാണ്. ദരിദ്രനാകാം, ധനികനാകാം, രോഗിയാകാം, മറ്റേതെല്ലാം തലങ്ങളിലുള്ളവരാകാം, അവരെല്ലാവരും ഉള്ളതിൽ സംതൃപ്തരാണ്. മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെടുകയല്ല, മറ്റുള്ളവർ തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കുകയല്ല. എനിക്കെന്താണ് ഉള്ളത് അത് പടച്ചോൻ വിധിച്ചതാണ്, അതെനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് മറ്റാരും കൊണ്ടുപോവുകയില്ല എന്ന ഖനാഅത്ത് ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ്. നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, പടച്ചോൻ എനിക്ക് നൽകിയിട്ടുള്ള ആ സൗഖ്യത്തിൽ, ആ കാര്യങ്ങളിൽ, എല്ലാ വിഷയങ്ങളിൽ ഞാൻ സംതൃപ്തനാണോ എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ ഞാനൊരു മുത്തഖിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമതായി അദ്ദേഹം പറയുന്നത് അൽ-ഇസ്തിഅദാദു ബിർറഹീൽ, ഇവിടെ നിന്ന് പോകണം എന്ന ബോധമുണ്ടാവുക, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഞാൻ എന്നും ഇവിടെ ചിരഞ്ജീവിയല്ല. ഈ ദുനിയാവിൽ 10 60 വയസ്സ് വരെ ദീർഘമായി കിട്ടിയാൽ, അധികം ലഭിച്ചാൽ നമുക്ക് കിട്ടിയെന്ന് വന്നേക്കാം. മാ ബൈന സിത്തീന വ സബ്ഈൻ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് പ്രവാചകൻ പറഞ്ഞത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് സാധാരണഗതിയിൽ. അത് നേരത്തെ പോകുന്നവരുണ്ടാകാം, അല്പം കൂടി ദീർഘിച്ച് കിട്ടുന്നവരുണ്ടാകാം. എന്നാൽ ആ തുച്ഛമായ ജീവിതം, ഞാൻ മരണത്തോടു കൂടി കടന്നു ചെല്ലുന്ന ജീവിതത്തെ അപേക്ഷിച്ചുകൊണ്ട് വളരെ വളരെ തുച്ഛമാണ്. 50 അൽഫ സന, 50,000 വർഷത്തോളം ദൈർഘ്യമുള്ള ദിവസങ്ങളെയാണ് നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത്. 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസങ്ങൾ ദുനിയാവിനെ അപേക്ഷിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ദിവസത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവ് വളരെ തുച്ഛമാണ്, വളരെ വിരളമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ആ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അങ്ങനെ ജീവിതത്തിൽ നാം നിർവഹിക്കാറുണ്ടോ? ഏത് നിമിഷമായിരുന്നാലും എനിക്ക് ഇവിടെ നിന്ന് പോകണം, ആ ചിന്ത നിലനിൽക്കണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നിർവഹിക്കണം എന്ന്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പാവപ്പെട്ട ആൾ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉക്സൂ ബുനയ്യാതി വ ഉമ്മാഹുന്ന അഖ്സംതു ബില്ലാഹി ലതഫ്അലന്ന. ഉമറേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും ധരിക്കുവാനുള്ള വസ്ത്രം അങ്ങ് നൽകണം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, ഫൈദാ ലം അഫ്അൽ ഫമൻ, ഞാൻ തന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ പ്രതിഷേധിക്കുമോ? നീ വിപ്ലവമുണ്ടാക്കുമോ? ആളുകളെ കൂട്ടിക്കൊണ്ട് എനിക്കെതിരിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങ് നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ പ്രതിഷേധിക്കാൻ നിൽക്കൂല, ഞാൻ അങ്ങ് പോകും. പക്ഷെ ഒരു കാര്യം അങ്ങ് ഓർക്കണം, ഈ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണക്ക് ഹാജരാക്കും. ആ ദിവസം ഏതാ? യൗമാ യകൂനുൽ അൾതിയാതുഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലം നൽകപ്പെടുകയും സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ്. അന്ന് അങ്ങ് ഇതിന് മറുപടി പറഞ്ഞുകൊള്ളുക, ഞാൻ പോവുക എന്ന് പറഞ്ഞു പോയ ആ മനുഷ്യനെ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കുകയും താൻ ധരിച്ചിരുന്ന വസ്ത്രമൂരി അയാൾക്ക് നൽകുകയും ചെയ്തു എന്ന. എന്നിട്ട് പറഞ്ഞു, ലിദാലിക്കൽ യൗം ലാ ലിശിരിക, ഇത് നീ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് പേടിച്ചിട്ടാ തരുന്നത്, അല്ലാതെ നീ കവിത ചൊല്ലിയത് കൊണ്ട് നൽകുകയല്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്ന. അപ്പൊ ഇതുപോലെ ജീവിതത്തിലുടനീളം എനിക്കിവിടെ നിന്ന് പോകേണ്ടവനാണ് എന്ന ഒരു ബോധം നമ്മെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ
വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക, നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം എന്ന ബോധത്തോടുകൂടി ജീവിക്കുക. ഈ സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ നാം ഒരു ഭക്തനാണ്, നാം ഒരു മുത്തഖിയാണ്, നമ്മൾ ഓരോരുത്തരും ആ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. ഇനി ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ, സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിർവഹിക്കുന്നത്, ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയുന്നു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഅലമു അന്നകും മുലാഖൂഹ്, നിങ്ങൾ തീർച്ചയായും അവനെ കണ്ടുമുട്ടുന്നവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലമു ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അറിയണം നിങ്ങൾ അവന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പൊ എന്തിനാണ് മുത്തഖിയാകണം, തഖ്വയുള്ളവരാകണം എന്ന് പറയുന്നത്? പടച്ചോനെ കണ്ടുമുട്ടും. നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും നൽകിയ ആ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും. അവിടെ വെച്ച് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ഉണ്ട്, അതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആ ഒരു ചിന്ത ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ, ഭക്തരായ തഖ്വയുള്ള ആളുകൾ അടുക്കലേക്ക് ആ സ്വർഗത്തെ അവന്റെ സമീപത്തേക്ക് കൊണ്ടുവരും. അള്ളാന്റെ അടുക്കൽ നീട്ടുന്ന അനുഗ്രഹമാണ്. എന്നിട്ട് ഹാദാമാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനിലേക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്ത ആ ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗമാകുന്നു ഇത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിട്ടുള്ള, അദൃശ്യമായ രൂപത്തിൽ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും തൻ്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും പരിശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള, വജാഅ ബിഖൽബിൻ മുനീബ്, വളരെ വിനയമുള്ള ഒരു ഹൃദയത്തോടുകൂടി ജീവിച്ചിട്ടുള്ള ആളുകൾക്കുള്ള സ്വർഗമാണിത്. ഉദ്ഖുലൂഹാ ബിസലാം, വളരെ സമാധാനത്തോടു കൂടി ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, അത് സ്ഥിരവാസത്തിന്റെ സ്വർഗമാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം ആ സ്വർഗത്തിലുണ്ട്. വലദൈനാ മസീദ്, അതിനേക്കാൾ അധികവും നാം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ തഖ്വയുള്ളവരാകണം, മുത്തഖിയാകണം എന്ന് പറയുന്നത്. സ്വർഗം കിട്ടാൻ, പടച്ചവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗം നേടാൻ, അവിടെ നമുക്ക് ആഗ്രഹിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെയെല്ലാം അതിനേക്കാൾ വിശിഷ്ടമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ രൂപത്തിൽ മുത്തഖിയായി ജീവിക്കണം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് എത്തിയാലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി യുനാദി മുനാദ്, ഈ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, തഖ്വയുള്ള മുത്തഖിയായ ആളുകൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാളതാ വിളിച്ചു പറയുകയാണ്, ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അമദാ, ഇനി നിങ്ങൾ ഈ സ്വർഗത്തിലെ നിത്യവാസികളാണ്. ഇതിന്ന് ഇനി മരിക്കണ അവസ്ഥ അല്ല, മരണപ്പെടുക എന്നൊരവസ്ഥ ഈ സ്വർഗത്തിലില്ല. വ ഇന്നലക്കും അൻ തസിഹു ഫലാ തഖ്സിമു അബദാ, ഇനി നിങ്ങൾക്ക് ആരോഗ്യമേയുള്ളൂ, രോഗാവസ്ഥയില്ല. ഈ സ്വർഗത്തിൽ രോഗാവസ്ഥയുണ്ടാവുകയില്ല, നിങ്ങൾ എപ്പോഴും ആരോഗ്യവാന്മാരായിരിക്കും. വ ഇന്നലക്കും മൻ തശിബ്ബു ഫലാ തഹ്റമു അബദാ, ഈ സ്വർഗത്തിൽ നിങ്ങൾ എല്ലാവരും യുവത്വത്തോടു കൂടി കഴിയുന്നവരായിരിക്കും, വാർദ്ധക്യത്തിന്റെ ഒരു അവസ്ഥ അവിടെയില്ല. വ ഇന്നലക്കും മൻ തൻഅമു ഫലാ തബ്അസു അബദാ, നിങ്ങൾ എല്ലാവരും ആ സ്വർഗത്തിൽ സുഖിക്കുന്നവരായിരിക്കും, നിരാശ എന്ന ഒരവസ്ഥ അവിടെയില്ല. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ സമ്മിശ്രമാണല്ലോ ദുനിയാവിലെ ജീവിതം. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നാം മരിച്ചു പോകും, എന്നാൽ അവിടെ മരണമില്ല.
അതുപോലെ തന്നെ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യാവസ്ഥ ഉണ്ടാകും, രോഗം ഉണ്ടാകും. ഈ സമ്മിശ്രമാണ്. എന്നാൽ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് രോഗാവസ്ഥയുണ്ടാകുന്നില്ല. അതുപോലെ തന്നെ യുവത്വത്തിന്റെ ആ തിളപ്പോട് കൂടി ആ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കും. അനുഗ്രഹീതമായ എല്ലാ അവസ്ഥയിലും ആ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ സ്വർഗം കിട്ടാനാണ് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്, ഹദായിഖ വ അഅ്നാബ എന്ന് തുടങ്ങിക്കൊണ്ട് ഒരുപാട് അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന സൂറത്തുൻ നബഇന്റെ ആ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മുത്തഖീങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മടക്കമുണ്ട്. ജന്നാത്തി അദ്നിൻ മുഫത്തഹത്തുൻ ലഹുമുൽ അബ്വാബ്, ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിയത്തിൻ കസീറത്തിൻ വശബാബ്, അവർ അവിടെ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരുന്നു കൊണ്ട് സുഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഇഷ്ടം പോലെ ഫലങ്ങളും കായ്കനികളും എല്ലാം അവർക്ക് അവിടെ ഉണ്ടാകും. വഇൻദഹും ഖാസിറാത്തുത് തർഫി അത്റാബ് എന്ന് പറഞ്ഞ അവർക്ക് കിട്ടുന്ന ഒരുപാട് സൗകര്യങ്ങളും അവിടെ വെച്ച് ലഭിക്കുന്ന പ്രതിഫലങ്ങളും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ അനുഗ്രഹീതമായ അവസ്ഥകൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മരണാനന്തരം നമുക്ക് ലഭിക്കണം എന്ന സ്വപ്നത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാകണം ഓരോ സഹോദരനും സഹോദരിയും, ഓരോ വിശ്വാസിയും വിശ്വാസിനിയും. അതുകൊണ്ട് തഖ്വയുള്ളവരുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഗസ്സ വംശഹത്യയുടെ വക്കിലാണ്. 2 വർഷമായി അവിടെ യുദ്ധം തുടങ്ങിയിട്ട് ഭക്ഷണമില്ലാതെ മറ്റ് ജീവിതാവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന ജനതയെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള നരനായാട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക സമൂഹം ഇത് തിരിച്ചറിയുന്നുണ്ട് എങ്കിലും പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നറിയാത്ത വിധത്തിൽ ചില ആളുകളൊക്കെ പകച്ചു നിൽക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഭക്ഷ്യ വസ്തുക്കളും അവശ്യ മരുന്നുകളും ഭക്ഷണങ്ങളുമെല്ലാമായിക്കൊണ്ട് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന കുറേ ബോട്ടുകൾ അവരെ സഹായിക്കുവാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെടുകയും ഇസ്രായേലിൻ്റെ സൈനികർ അവരെ തടയുകയും അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്നതൊക്കെ നാം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുറപ്പെട്ടിട്ടുള്ള ആളുകൾ ലോകത്തിലെ 44 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 500ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകന്മാരാണ്. 44 രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകന്മാരാണ് ചെറിയ ചെറിയ ബോട്ടുകളിൽ ആ ഗസ്സയിലേക്ക് അവർ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരെയാണ് തടഞ്ഞു നിർത്തി ആ ആളുകളിലേക്ക് ഈ സഹായം എത്താതിരിക്കാനുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ലോകത്ത് ഇറ്റലി അടക്കമുള്ള പല രാജ്യങ്ങളിലും പ്രതിഷേധം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തും എന്നറിയില്ല എങ്കിലും ലോക മനസ്സാക്ഷി ഇതിനെ എതിർക്കുന്നുണ്ട് എന്നതിൻ്റെ തിരിച്ചറിവ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഗസ്സയിലെ ഒരു ഭാഗം അവിടെ നിന്ന് ഉള്ള ആളുകൾ മുഴുവനും ഒഴിഞ്ഞു പോകണമെന്നാണ്. ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ അവരെ തീവ്രവാദികളോ
തീവ്രവാദികളെ സഹായിക്കുന്നവരോ ആയി കണക്കാക്കി അവർക്ക് നേരെ യുദ്ധ നടപടികൾ സ്വീകരിക്കുമെന്ന്. സ്വന്തം നാട്ടിൽ, ആ നാട്ടിൽ നിന്ന്, അവർ പിറന്ന നാട്ടിൽ നിന്ന്, അവർക്ക് അവകാശപ്പെട്ട നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നും പുറത്തു പോകുന്നില്ല എങ്കിൽ തീവ്രവാദികളായി കണക്കാക്കുമെന്നും പറയുന്ന ഒരു അന്തരീക്ഷം. നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ ഈ ഇസ്രായേലിൻ്റെ ക്രൂരതയെതിരിൽ പ്രതിഷേധിക്കുകയും അതുപോലെ തങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത് നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ എഴുത്തിനിരുത്തുക എന്ന ഒരു രീതിയുണ്ട് ചില സമുദായങ്ങൾക്കിടയിൽ, മതവിഭാഗങ്ങൾക്കിടയിൽ. അങ്ങനെ എഴുത്തിനെടുത്തിരിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ തൻ്റെ കുട്ടിയുടെ നാവിൽ കുറിച്ച പദം ഗസ്സ എന്നാണ്. മുസ്ലിം സഹോദരനല്ല, കാരണം ഗസ്സയിൽ നടക്കുന്നത് ഒരു മുസ്ലിം പ്രശ്നവുമല്ല, അത് ലോകത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു മനുഷ്യ ഉന്മൂലനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രശ്നമാണ്. മനുഷ്യ സമാധാനത്തിൻ്റെ അവസ്ഥയാണ് അവിടെ നിലവിൽ വരേണ്ടത്. അതുകൊണ്ട് ഗസ്സ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മുസ്ലിം പ്രശ്നമല്ല. അതുകൊണ്ടായിരിക്കാം ആ സഹോദരൻ, ഹിന്ദു സഹോദരൻ, ഹൈന്ദവ സഹോദരൻ തൻ്റെ 2 വയസ്സായ കുഞ്ഞിൻ്റെ നാവിൽ കുറിച്ചിട്ടുള്ളത് ഗസ്സ എന്നാണ്. ആളുകൾ അത്ഭുതം കൂടിയപ്പോൾ ആ ഗസ്സയിലുള്ള ഒരുപാട് മനുഷ്യർ, കുട്ടികൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരിച്ചു വീഴുന്ന സമയത്ത് ഇതല്ലാതെ ഞാൻ എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ നാവിലും അരിമണിയിലും എഴുതുക എന്നാണ് ആ ഹൈന്ദവ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. വളർന്നു വരുന്ന സമയത്ത് എൻ്റെ കുട്ടി ഇത് മനസ്സിലാക്കട്ടെ, അനീതിക്കെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തി എൻ്റെ കുട്ടിക്ക് ലഭിക്കട്ടെ എന്നുകൂടി അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സഹോദരൻ പറയുകയുണ്ടായി. അപ്പോൾ ഒരു മുസ്ലിം പ്രശ്നമായിട്ടല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സാഹിത്യകാരന്മാരും അല്ലാത്തവരുമായ പാർലമെന്റേറിയന്മാരായ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ക്രൂരതയെ നഖശിഖാന്തം എതിർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യം തന്നെ ആ രൂപത്തിലുള്ള സമീപനമായിരുന്നു പണ്ട് കാലം തൊട്ട് തന്നെ ചേരിചേരാ നയം എന്ന് പറയുന്ന ആ നയത്തിലൂടെ സ്വീകരിച്ചിരുന്നത്. എങ്കിലും ഇന്ന് അത്തരത്തിലുള്ള നയം സ്വീകരിക്കുവാനുള്ള എന്തോ ഭയമോ അത്തരത്തിലുള്ള അവസ്ഥകളോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മുമ്പും സൂചിപ്പിച്ചതുപോലെ ഗസ്സയ്ക്ക് വേണ്ടി, അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി, അവിടെ സമാധാനം പുലരുവാൻ വേണ്ടി ഇനി നമുക്ക് സ്വപ്നം ആഗ്രഹിക്കുവാനുള്ള ഒരു മാർഗം അള്ളാഹുവിൽ നിന്നുള്ള സഹായം മാത്രമാണ്. അതുകൊണ്ട് ആ പടച്ചവൻ്റെ സഹായം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. അവിടെ സമാധാനം പുലരുവാന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്നതിനു വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന നാം നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗസ്സക്കും അവിടെയുള്ള മനുഷ്യർക്കും എന്നും സമാധാനവും ശാന്തിയുമുള്ള ഒരു അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരുവാറാവട്ടെ. അവർക്ക് എപ്പോഴും സുരക്ഷിതമായ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പടച്ചവനെ, നിന്റെ സഹായമല്ലാതെ മറ്റൊന്നും തന്നെ മുന്നിലില്ല എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് നാഥ, ഫലസ്തീനിയരെ നീ സംരക്ഷിക്കണമേ നാഥ, ഗസ്സയിലുള്ള മനുഷ്യരെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തഖ്വയുടെ എല്ലാ ലക്ഷണങ്ങളും ഒരുപോലെ പുലർന്ന് കാണുന്ന, പകർന്ന് കാണുന്ന വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആൾ ഹോസ്പിറ്റലിലാണ്, രോഗബാധിതനായിക്കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് രോഗമോചനം നൽകി, പൂർണ്ണ ആഫിയത്ത് നൽകി, തിരിച്ചു വരുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.